തിരിച്ചു വന്നു. അസംഭവ്യമാണ്, ഒരു രാത്രി കൊണ്ടൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പരിഹസിച്ചപ്പോൾ അവർ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ ഇന്ന സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, അതെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആ 7 ആകാശത്തിനപ്പുറത്തേക്കും ഞാൻ യാത്ര ചെയ്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് മുശ്രിക്കുകളായ ആളുകൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എങ്കിൽ അത് ശരിയാണ്. സഹോദരങ്ങളെ, ആ നിലപാട് കൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. പ്രമാണങ്ങളോട് നമ്മുടെ സമീപനം അതുപോലെ അതായിരിക്കണം. പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതാണോ, ഹദീസ് സ്ഥിരപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാം. ആ പരിശോധന കഴിഞ്ഞാൽ പിന്നെ അത് തൻ്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, ഇദാ സബത നഖ്ലു ബതലൽ അഖ്ലു. നഖ്ൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഖുർആനും സുന്നത്തും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. നോക്കൂ നിങ്ങൾ, അങ്ങനെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ വിശുദ്ധ നമ്മുടെ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ ഏതാണ് സഹോദരങ്ങളെ നമ്മൾ ബുദ്ധി കൊണ്ട് നമുക്ക് കൃത്യമായി കൊണ്ട് സ്ഥിരപ്പെടുത്തുവാൻ കഴിയുക? നമ്മുടെ മലക്കുകളിലെ വിശ്വാസം, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിലെ വിശ്വാസം, സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ ഹിസാബിലുള്ള വിശ്വാസം, അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഇതൊന്നും ബുദ്ധി കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്തുവാനും കഴിയുന്നതല്ല. അത് പ്രമാണങ്ങളിൽ വന്നതുകൊണ്ട് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് പ്രമാണങ്ങളെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൊണ്ട് തുലനം ചെയ്യാതെ പ്രമാണങ്ങളിൽ എന്താണ് വന്നിട്ടുള്ളത് അത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിലും മുസ്ലിം സമുദായം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ വിഷയത്തിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ തെറ്റിപ്പോയതായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിൽ അതിനെ തള്ളിക്കളയുക, അതിനെ അവഗണിച്ച് കളയുക. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 കരങ്ങളുണ്ട്. ബൽ യദാഹു മബ്സൂതതാനി, അവന്റെ 2 കരങ്ങളും നീട്ടപ്പെട്ടതാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 64-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കരങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരതിനെ പരിഹസിക്കുകയും അള്ളാഹുവിന് കൈയും കാലുമുണ്ടോ എന്നതാണോ നിങ്ങളുടെ വാദമെന്ന് ആ പ്രമാണങ്ങളെ പരിഹസിച്ചുകൊണ്ട് അതിനെ പുച്ഛിച്ചു തള്ളുന്ന പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാന ഭാഗത്ത് കൃത്യമായിക്കൊണ്ട് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ആ സമുദായത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനെ പരിഹസിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവരതിനെ തള്ളിക്കളിയുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അവ പ്രധാനമായിക്കൊണ്ടും ഇസ്ലാമിക പ്രമാണങ്ങൾ സ്വീകരിക്കുമ്പോൾ 2 നിലപാടുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, ആ പ്രമാണത്തെ സലഫു സ്വാലിഹികളായ ആളുകൾ, നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം, ആ സലഫു സ്വാലിഹികൾ പിന്നെ കൃത്യമായിക്കൊണ്ട് പ്രമാണങ്ങളെ സ്വീകരിച്ചതുപോലെ തന്നെ അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ ചിന്തിക്കാതെ അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായിക്കൊണ്ട് അംഗീകരിക്കുക. ഈ നിലപാടാണ് സലഫു സ്വാലിഹികളായ ആളുകളുടെ നിലപാടുകൾ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിച്ചാലാണ് കൃത്യമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഉൾപ്പെടുക. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു ഒരു സ്വാലിഹായ കർമ്മമായിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഇവിടെ നടക്കുന്ന ഓരോ സെഷനും ശ്രദ്ധയോടെ ശ്രവിക്കുവാനും
അതിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. ചില പ്രതിനിധികളൊക്കെ മയക്കത്തിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഒന്ന്, എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നാൽ അടുത്ത സെഷനിൽ നമുക്കൊരു ഉപകാരപ്പെടും. പെട്ടെന്ന് പരമാവധി ശ്രദ്ധിക്കുക. ഈ സെഷൻ, അടുത്ത സെഷനുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട സെഷനുകളാണ്. ഇരിക്കുക. ബഹുമാന്യായ ഹാരിസ് ബിൻ സലീം അദ്ദേഹമാണ് നമ്മുടെ അടുത്ത സെഷൻ നിയന്ത്രിക്കുന്നത്, നേതൃത്വം നൽകുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ ഒരു യാത്ര, ഡിവൈൻ നെയിംസ്, ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കുന്നത് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യായ ഹാരിസ് ബിൻ സലീം അവറുകളാണ്. വളരെ ശ്രദ്ധയോടെ ഈ സെഷൻ ശ്രവിക്കുവാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഹാരിസ് ബിൻ സലീമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാ ജീവിത രഹസ്യങ്ങളും നമ്മളെക്കാളും സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഈ സംസാരത്തിൻ്റെ ആമുഖം എന്നോണം ഉണർത്തുകയാണ്. നിങ്ങൾ ഉന്മേഷമുള്ളവരാവാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും ഇരിക്കാനും നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സംസാരത്തിന് വേണ്ടി ഞാനിവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു ഉന്മേഷം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്ന എൻ്റെ ഉന്മേഷം നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക എൻ്റെ മനസ്സിൽ വെക്കാതെ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഈ പരിമിതമായ മിനിറ്റുകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, ഒരു അറിവല്ല ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്, ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ എന്നു ചേർത്ത് നാം പറയാറുണ്ട് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ സഹോദരൻ, എൻ്റെ അനുജൻ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. അവിടെയെല്ലാം ആ ഹ്രസ്വമായ വാക്കുകൾ ഒരു ബന്ധത്തെയാണോ അറിയിക്കുന്നത്, ഒരു വികാരത്തെയാണോ അറിയിക്കുന്നത്? എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്കു ജന്മം നൽകിയവൾ ഇന്നവളാണെന്ന് അറിയിക്കുകയാണോ നമ്മൾ? അതോ ആ ജന്മം നൽകിയ മാതൃത്വത്തിൻ്റെ വികാരത്തെയാണ് ഒരുപക്ഷെ ആ വിളി പ്രതിനിധീകരിക്കുന്നത്? എന്ന പോലെ തന്നെ നമ്മുടെ നാഥൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ യജമാനൻ, എല്ലാം പൊറുക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ളവൻ, ഒരിക്കലും മരിക്കാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനും സംരക്ഷകനായിട്ടുള്ളവൻ, എല്ലാവർക്കും സമാധാനം നൽകുന്നവൻ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമങ്ങൾ എണ്ണിപ്പറയുമ്പോൾ അതൊരനുഭവത്തോടുകൂടെ, വികാരത്തോടുകൂടെ കേൾക്കണം, അറിയണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ സംസാരത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, മരിക്കുന്ന വീട്ടിലും മരിക്കുന്ന ആളുകളെയും ബന്ധപ്പെട്ട് പലപ്പോഴും വികാരധീനരായി നാം കരഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാളുകൾ മരിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. ഒന്ന്, എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ, ഒരു വെള്ളിയാഴ്ച എൻ്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ
ഞാൻ യഥാർത്ഥത്തിൽ ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്.